ഇന്ന് ഈ ലോകത്ത് കാണുന്ന പല കാര്യങ്ങളും രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ പരിണതഫലമല്ല, മറിച്ച് പല പതിറ്റാണ്ടുകളായി മനുഷ്യകുലം തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും ശക്തിയും അറിവുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ആസൂത്രിത ഭാവി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ പുരോഗതി നമ്മുടെ കൺമുന്നിൽ എന്ന പോലെ നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിൽ നാം ഉണ്ടാക്കിയെടുത്ത ഒരു മികച്ച നിർമ്മിതിയാണ് ബ്ലോക്ക് ചെയിൻ. എന്നാൽ എന്തിനാണ് നമ്മൾ ബ്ലോക്ക് ചെയിനെ പറ്റി അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നത്? കാരണം ബ്ലോക്ക് ചെയിൻ്റെ ഭാവിയാണ് പണത്തിൻ്റെ ഭാവി. ഒരു വാഹനം, കപ്പൽ, എന്തിനൊരു ഭക്ഷണം വാങ്ങുന്നതിനാണെങ്കിൽ പോലും നമുക്ക് ബ്ലോക്ക് ചെയിൻ ആവശ്യമായി വരും. കമ്പോള നിലവാരത്തിൽ ഒരു ബിറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം 15 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. അതിശയം തന്നെയല്ലേ? എല്ലാം ആരംഭിക്കുന്നത് 0-ലാണല്ലോ. 2009 ഒരു കോയിൻ്റെ വില 0 ആയിരുന്നു. എന്നാൽ 2021 ഇതിൻ്റെ വില ഏകദേശം 45 ലക്ഷം ഇന്ത്യൻ രൂപ വരെ എത്തി. നിങ്ങൾക്ക് മണിക്കൂറുകളോളം പണിയെടുത്തിട്ട് വളരെ തുച്ഛമായ പണമാണ് കിട്ടുന്നതെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ല, അതാർക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. സാങ്കേതികവിദ്യ വളരുന്നതിനോടൊപ്പം സമ്പദ്ഘടനയും വളരുന്നു. അതിനുവേണ്ടിയാണ് നാം ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കിയെടുത്തത്. വളരെ താല്പര്യത്തോടെ തന്നെ ലോകം അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ വീഡിയോ സീരീസിൽ നാം കാണാൻ പോകുന്നത് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും അതിൻ്റെ പ്രവർത്തനവും ബ്ലോക്ക് ചെയിൻ എങ്ങനെ നിയന്ത്രിക്കാമെന്നും എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ഇന്നൊരു ചർച്ചാ വിഷയമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പണമടയ്ക്കുന്നത്? കാർഡോ പണമോ ഡിജിറ്റൽ വാലറ്റോ ഒക്കെ ഉപയോഗിച്ചായിരിക്കും. എന്തു മാർഗം നമ്മൾ തിരഞ്ഞെടുത്താലും രണ്ടാമതൊന്നുകൂടി അത് പരിശോധിച്ചുറപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ അവയൊക്കെ ഒന്നുകൂടി പരിശോധിക്കാൻ പറയാറുമുണ്ട്. ബെനഫിഷ്യറിക്ക് ആ തുക കിട്ടുമോ? എൻ്റെ കാർഡ് ഹാക്കാകുമോ? അതെങ്ങനെ വീണ്ടെടുക്കും? പണമിടപാട് നടന്നതിൻ്റെ സന്ദേശം വരുന്നതുവരെ ഇതുപോലുള്ള എത്ര ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഇങ്ങനെ ഒരു അവസരത്തിലാണ് ബ്ലോക്ക് ചെയിൻ എന്ന ആശയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ബ്ലോക്ക് ചെയിൻ, ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നായി ബ്ലോക്കുകൾ ചേർത്തുണ്ടാക്കി മുറിക്കാനാവാത്ത ഒരു ചങ്ങലയാണ് ബ്ലോക്ക് ചെയിൻ. ഈ തിരക്ക് പിടിച്ച സൈബർ ലോകത്തിൽ സുരക്ഷയും സംരക്ഷണവും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ബാങ്ക് തട്ടിപ്പുകാർ, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകാർ, ഹാക്കേഴ്സ്, മലീഷ്യസ് സോഫ്റ്റ്വെയറുകൾ, ഇവയെല്ലാം എല്ലാവരെയും വളരെ ഭയപ്പെടുത്തുന്ന വസ്തുതകൾ തന്നെയാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ചയോടൊപ്പം സ്വയം അവരവരെ തന്നെ സംരക്ഷിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. ബാങ്കിങ്ങിനും പണമിടപാടിനും നമുക്ക് ഒരു കണ്ണ് വേണം. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ ഒരു വിശ്വസിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ നമ്മുടെ ഓരോ വിവരങ്ങളും പരിശോധിച്ചുറപ്പിക്കുകയും വലിയ സുരക്ഷിതത്വം തരികയും ചെയ്യുന്നു. ഇതിലേക്ക് ആർക്കും കടന്നു വന്ന് തകർക്കാൻ കഴിയില്ല. വളരെ സുരക്ഷിതമായ നെറ്റ്വർക്ക് സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ഇവ നമ്മൾ നടത്തുന്ന എല്ലാ പണമിടപാടുകളും വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ രേഖകളായി സൂക്ഷിച്ചു വയ്ക്കുന്നു. ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ലെഡ്ജർ സിസ്റ്റമാണ് ചുരുക്കത്തിൽ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ബാങ്കുകൾ അവരുടെ സെർവറിൽ ഓരോ ട്രാൻസാക്ഷനുകളുടെയും ഡീറ്റെയിൽസുകൾ സൂക്ഷിക്കുമ്പോൾ ബ്ലോക്ക് ചെയിൻ ഓരോ ട്രാൻസാക്ഷനുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലോക്ക് ചെയിനായി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചു വയ്ക്കുന്നു. അതിനാൽ ഇത് വികേന്ദ്രീകൃത സംവിധാനമാണ്. ഇനി അടുത്തതായി ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ എന്താണെന്ന് നോക്കാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു കണക്ക് പുസ്തകം പോലെ എല്ലാ പണമിടപാടുകളുടെയും വിവരങ്ങൾ കുറിച്ചു വയ്ക്കുന്നു. ഈ കുറിപ്പ് വഴി ക്രിപ്റ്റോ കറൻസി സ്വയം ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന നാണയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇവ ഡിജിറ്റലി കോഡുകൾ നൽകപ്പെട്ടിട്ടുള്ളവയും വികേന്ദ്രീകൃതവുമാണ്. ബിറ്റ് കോയിൻ, ഡോഡ്ജ്, എത്തേറിയം, കോമ്പൗണ്ട്, പോൾക്കാഡോട്ട്സ്, ലിറ്റ്കോയിൻ ഇവയെല്ലാം പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസികളാണ്. ഭാവിയിൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കുമെന്ന് ലോകമൊട്ടാകെ വിശ്വസിക്കുന്നു. ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ഓണറായ ഇലോൺ മസ്ക് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും ബ്ലോക്ക് ചെയിനെക്കുറിച്ചും എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് അടുത്ത കാലങ്ങളിൽ വന്ന ന്യൂസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും ക്രിപ്റ്റോ കറൻസി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലും കോയിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിലും തുടർച്ചയായുള്ള വളർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ എന്തിനാണ് ബ്ലോക്ക് ചെയിൻ, എങ്ങനെയാണ് ഇതുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.